വയനാട് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് തോട്ടകളും ചാരായവും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. സംഭവത്തിൽ യഥാർത്ഥ പ്രതിയായ പുത്തൻവീട്ടിൽ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഗൃഹനാഥനായ കാനാട്ടുമലയിൽ തങ്കച്ചൻ 17 ദിവസമായി ജയിലിലാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് തങ്കച്ചനെന്ന് കുടുംബം 24-നോട് പറഞ്ഞു. നമ്മുടെ കാറിൻ്റെ പോർച്ചിൽ നിന്ന് കാറിൻ്റെ അടിയിൽ നിന്ന് ഈ തോട്ടയും 20 പായ്ക്ക് കർണാടക മദ്യവും പിടിച്ചത്. കോൺഗ്രസിൽ തമ്മിൽ ഒരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞത് MD അപ്പച്ചനും എൻ്റെ ഗ്രൂപ്പും ICൻ്റെ ഗ്രൂപ്പുമായിട്ട് 2 ചേരികളായിട്ട് തിരിഞ്ഞ് അതിലൊരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിലെന്തോ വിഷയം ഉണ്ടായി. നിന്നെ മമ്പള്ളി അനീഷ് വന്ന് നിന്നെ ഒരു ദിവസമെങ്കിലും അകത്താക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ജോസ് നെല്ലേടോ, മമ്പള്ളി അനീഷ്, ഷിനോജ് കടുപ്പിൽ ഇറങ്ങി കടന്നോടത്തുനിന്ന് ഇവർ വന്ന് ഡോക്ക് ചെയ്ത് വിളിച്ച് ഏൽപ്പിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പരിപാടി എന്നൊന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നേച്ച് കാറിൻ്റെ അവിടുന്ന് ഇതെന്നാന്ന് ചോദിക്കുക. അപ്പോൾ ഇവനും ഒന്നും അറിയുന്നില്ല കേൾക്കുന്നില്ല, ഇവർക്കൊന്നും അറിയത്തില്ല. എന്നാ അന്നേരം ഇവള് വിചാരിച്ചോ കാറിന് വല്ലോ പരിക്കും പറ്റിക്കുമോ, എന്തേലും അവരെ പോലീസുകാരെ പറ്റിച്ചിട്ട് പോകുന്നതോ വല്ലതും ആയിരിക്കും, അതിന് പിടിക്കാൻ വന്നതായിരിക്കും എന്ന് ഇവള് ഓർത്തോണ്ട് ഇവളും വന്ന് നോക്കുവാന്ന് കാറെ വല്ലതും പറ്റിയിട്ടുണ്ടോ. ഒരു തെറ്റും ചെയ്യാതെ പിന്നെ ഇതിന് പോകാറില്ല, ചാരായത്തിന് കുടിക്കാൻ പോകാറില്ല. കേരളത്തിലേ കുടിക്കുവാൻ കിട്ടിയാൽ കുടിക്കാതെ ഒന്നും ഇരിക്കലില്ല. പക്ഷെ അന്ന് ഒരു തുള്ളിയും കുടിച്ചിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉയർത്തിയിരിക്കുന്നത്. ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ 17 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇതിന്റെ അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത് സുർജിത്ത്? ശ്രീജിത്ത്, കഴിഞ്ഞ 22-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിലാണ് ഗൃഹനാഥനായ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. രാത്രി പോലീസ് സംഘം മഫ്തിയിലെത്തുകയും 11:30 കൂടിയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് ഈ വീടിന്റെ കാർപോർച്ചിലുള്ള കാറിന് താഴെ തോട്ടയും ചാരായവും ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നീട് ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 17 ദിവസമായി തങ്കച്ചൻ ജയിലിൽ തന്നെ തുടരുകയാണ്. ഇതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, കാരണം ഇത് തങ്കച്ചൻ ചെയ്തതല്ല എന്നുള്ള തരത്തിൽ, തങ്കച്ചനല്ല ഇത് തോട്ടയും ഒപ്പം തന്നെ ഈ ചാരായവും സൂക്ഷിച്ചിരുത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് SP-ക്ക് ഉൾപ്പെടെ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് SP അന്വേഷണം നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകി. ആ അന്വേഷണം നടത്തിയ ഘട്ടത്തിലാണ് ഇതിന് പിന്നിൽ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നത്. ഇതിൽ പുത്തൻവീട്ടിൽ പ്രസാദ് എന്നുള്ള മരക്കടവ് സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ കോൺട്രാക്ടർ ആയിട്ടുള്ള ആളാണ്. മാത്രമല്ല ഇതിൽ ഒതുങ്ങില്ല, കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മുള്ളൻകൊല്ലിയിൽ ND അപ്പച്ചൻ, അതായത് GCC പ്രസിഡന്റ് ND അപ്പച്ചൻ പങ്കെടുത്ത ഒരു യോഗത്തിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളി നടന്നിരുന്നു. ആ കയ്യാങ്കളിയുടെ തുടർച്ചയായി ഒരു വിഭാഗം നേതാക്കൾ ഈ തങ്കച്ചൻ കോൺഗ്രസ് നേതാവാണ്, വാർഡ് പ്രസിഡന്റാണ്, ഇദ്ദേഹത്തെ കൊടുക്കും, ജയിലിൽ അടയ്ക്കും എന്നുള്ള തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായുള്ള സംഭവങ്ങളാണ് ഇതിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ പുൽപ്പള്ളി പോലീസ് അന്ന് ഈ വിഷയത്തിൽ നേരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇത്ര കാലമായി ഒരു നിരപരാധിക്ക് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുമായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. ഇക്കാര്യമാണ് ഭാര്യ സിനിയും അമ്മ മേരിയും ഉന്നയിക്കപ്പെടുന്നതും ഈ കാര്യം തന്നെയാണ്. എന്തായാലും ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് തങ്കച്ചൻ എന്നുള്ളതാണ് ഭാര്യ സിനിയും അമ്മ മേരിയും 24-നോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു നിരപരാധി ഇത്രയും ദിവസമായി ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ദുരവസ്ഥ. അതിൽ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള വിമർശനം കൂടി, അതാണ് ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായെന്ന വിമർശനം കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സുർജിത്ത്, ഈ ജില്ലയിലെ തന്നെ പ്രധാന നേതാക്കളിലേക്ക് കൂടി ഈ ആക്ഷേപം വിരൽ ചൂണ്ടുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടോ? പാർട്ടി ഇതിനെ എങ്ങനെയാണ് കാണുന്നത് സുർജിത്ത്? ഇതുമായി ബന്ധപ്പെട്ട് നിലവിലൊരു പ്രതികരണത്തിന് ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. ഇദ്ദേഹം, അതായത് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ IC ബാലകൃഷ്ണൻ അനുകൂലിക്കുന്ന ആളാണ്. IC ബാലകൃഷ്ണനും MLA അനുകൂലിക്കുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്. മുള്ളൻകൊല്ലിയിൽ അങ്ങനെ വലിയ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം 2 ചേരികളായി, അതായത് ഈ ND അപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും IC ബാലകൃഷ്ണൻ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായി വീട്ടുകാരടക്കം പറയുന്ന കാര്യം അതാണ്, വീട്ടുകാർ ഉന്നയിക്കുന്ന കാര്യം അതാണ്. അങ്ങനെ 2 ചേരിയായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ ഒരു നേതൃയോഗം നടന്നത്. ആ നേതൃയോഗത്തിൽ കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തി ND അപ്പച്ചനെ മർദ്ദനമേൽക്കുന്ന വിധത്തിലേക്ക് അന്ന് ആ യോഗത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. അതിൽ ഒരു വിഭാഗത്തെ, അതായത് ഈ IC ബാലകൃഷ്ണനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട തങ്കച്ചൻ അന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഭീഷണി മുഴക്കി എന്നുള്ളതാണ്. അത് പ്രാദേശിക നേതാക്കളാണ് ഭീഷണി മുഴക്കിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതിന് തുടർച്ചയായാണ് പക വീട്ടുക എന്നുള്ള തരത്തിലുള്ള ഉദ്ദേശത്തിന് പിറകിലുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ പക വീട്ടുന്നതിനും ആ അന്നത്തെ സംഘർഷത്തിന് തുടർച്ചയായി ആ
ഒരു പക വീട്ടലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ തോട്ടയും ചാരായവും കൊണ്ടുവച്ച ഒരാളെ ഇങ്ങനെ ജയിലിലടയ്ക്കാവുന്ന രീതിയിലേക്ക് ഒരു കേസ് നൽകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വീട്ടുകാർ തന്നെ പോലീസ് സത്യസന്ധമായി ഈ കേസ് അന്വേഷിച്ചില്ല എന്നുള്ള വിമർശനമാണ് തങ്കച്ചന്റെ കുടുംബം ഉയർത്തുന്നത്. ഗൃഹനാഥനായ തങ്കച്ചൻ 17 ദിവസമായി ജയിലിൽ തുടരുകയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് തങ്കച്ചൻ എന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.